be full record. I want that to be full record. Huh? What? Yeah, I want to be full record. I want full record. 1 minute. What you are having? Aloo paratha. Aloo paratha. Why today also aloo paratha? How it is? Whose aloo paratha is good? That is how show me one picture. What which was which like your mom is not going temple now also. 1-2 months, huh? Do you that much days your mom can't go? Huh? Now your mom is not there. She will go for vegetables and all, milk and all. I'm asking now, like, what? Yeah, that I know that. That's why now it's only temple she can't go due to that. Na? But here only 16 days. That's why I asked. In our place. I have seen in one movie, like inducing heart attack. Like that, these criminals are trying to do that, like electromagnetic works or something. Anyway, ഒരു മൂവിയിൽ റീസെന്റ് ഒരു മൂവിയിലുണ്ടായിരുന്നു ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് വർക്ക്സ് എന്തോ വെച്ച് നമ്മുടെ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കുക ചെയ്യുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെ ഇവരിപ്പം ഇങ്ങനെ പറയത്തില്ലേ, ഇങ്ങനെ ടൈറ്റ്നെസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഇതൊക്കെ ഓടനെയോ ഇതൊക്കെ ഇവര് ചെയ്യുന്നതിന്റെ ഇതാണ്. ഇത് അങ്ങനൊന്നും ഒന്നും ഇല്ല സത്യത്തില്. ഇവന്മാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആകുമ്പോൾ വരുത്തി നമ്മളെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുക. ഇതൊക്കെ ഭയങ്കര ഇൻഷുറൻസ് അടിക്കുക. ഇപ്പൊ ഇതൊക്കെയാണ്, ഇതിനൊക്കെ വേണ്ടിയാണ് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് വരുന്നത്. ഇപ്പൊ കോട്ടയത്ത് കണ്ടില്ലേ, ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസ് വലിയ ഇതാക്കുമ്പോ ഒരു കന്യാസ്ത്രീയെ ഒരു ഹോസ്പിറ്റലിൽ പീഡിപ്പിച്ചെന്നാ പറയുന്നത് കുറെ ആൾക്കാരെ. അതിനെക്കുറിച്ച് വലിയ ന്യൂസ് ഒന്നും ഇല്ല. അത് ഇതുപോലെ പറയണ്ടേ ന്യൂസ് ഒക്കെ, അവന്മാരെ കാണിക്കണം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പെണ്ണുങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നില്ല. ഇവന്മാര് തന്നെയാണ് അങ്ങോട്ട് പോയി ഇതാക്കുന്നതും എല്ലാം. ഇപ്പൊ ഇങ്ങനെയാണ് ഈ ഹണി ട്രാപ്പേഴ്സ് പെണ്ണുങ്ങൾ കുറെ എണ്ണം ഉണ്ട്, ഇങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളും ഈ ഹണി ട്രാപ്പേഴ്സ്. നിങ്ങൾ ഇതൊക്കെ വായിച്ചറിയാം, അല്ലെങ്കിൽ പിന്നെ ഇവരിതൊക്കെ സെറ്റിംഗ് ആണ്, അല്ലാത്ത ഇതിന് സെറ്റിംഗ് ആണ്. ഇതൊക്കെ അറിയാവുന്ന ആളുകൾക്ക്. അല്ലെങ്കിൽ ഇത് ട്രാപ്പ് ചെയ്യാണ്. ഇപ്പം അയാൾക്ക് നല്ലൊരു ഭാവിയുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, അവരുടെ വേണ്ടിയിട്ട് MLA സ്ഥാനം, പിന്നെ പാർട്ടിയിലെ സ്ഥാനം, അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവന്മാരെ എന്താ
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറെ നടക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഈ ലോകത്ത്. ഈ കരിയർ ലോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ആണ് ഇവന്മാര് വസൂലാക്കുന്നത്. ഇപ്പൊ ഒരു MLA വലിയൊരാളാകുമായിരുന്നു, ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇയാളെ വെച്ച് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുമാരൊക്കെ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുമാരുടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വന്ന് യൂട്യൂബിലൊക്കെ പറയുന്ന കേൾക്കാൻ വയ്യ. ഇവിടുമാരാണ് പാതിരാത്രിക്ക് പോയി സീക്രട്ട് ചാറ്റിലും ഒക്കെ പോയിട്ട് വിളിക്കുന്നതെന്നും എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടുമാരാണ് കുഴപ്പക്കാര്. കുറെ എണ്ണം ഞാൻ കണ്ടതാണ്. ശുഭ്രാം കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇവിടെ ഒരു വലിയൊരു തെറ്റൊരു സ്ത്രീയാണ് അവള്. എന്റെ ഇരട്ടിയുണ്ട്, നമ്മളെ അതുപോലെ നാട്ടുകായിരുന്നു, അത്രയും ഉണ്ട് അവള്. എന്നിട്ട് ഒരു ഇതും ഇടാതെ അണ്ടർ ഗാർമെന്റ്സ് ഇടാതെ ഇങ്ങനെ കാലിങ്ങനെ വെച്ച് ഇങ്ങനെ തുറന്നു വെച്ച് കിടക്കുക. ഇതൊക്കെയായിരുന്നു അവളുടെ പരിപാടി. ആണുങ്ങളെ ഇങ്ങനെ എന്താണ് ഇതാക്കാൻ വേണ്ടിയിട്ട്, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇവളുമാരുടെ ഇത്. ഇതുപോലെയാണ് ഈ ന്യൂഡായിട്ടുള്ള ഇത് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ നോക്കുക. ഇതെല്ലാം ഇവന്മാരുടെ പരിപാടികളാണ്. ഇങ്ങനെ വല്ല ഇത് വന്ന് ഇങ്ങനെയുള്ള ഇതാണെന്ന് വിചാരിച്ചു നിങ്ങളെ പല രീതിയിൽ ട്രാക്ക് ചെയ്യാനാണ് ഇവന്മാർക്ക് ഇങ്ങനെ കുറെ എണ്ണത്തിന് ഇങ്ങനെ ജോലി മേലെയൊന്നും ഇല്ല. ഈ വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് ഇതുവരെയായിരുന്നു. ഒരു ഫേസ്ബുക്കിൽ കൂടെ ഇവിടെ ഉള്ള അടുത്തുള്ള ഒരു പെണ്ണിന് തന്നെ ഒരു ഭർത്താവ് മിലിറ്ററിക്കാരനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവനിങ്ങനെ മെസ്സേജ് അയക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്കും അറിയാം, ഇപ്പം നമുക്ക് മനസ്സിലായത് ഇതൊക്കെ. മെസ്സേജ് അയച്ചിട്ട് അവള് പക്ഷെ ഭർത്താവിനെ കാണിച്ചെന്നോ, ഭർത്താവ് പിന്നെ മേപ്പയുടെ ബാറിന്റെ അവിടെ വെച്ച് പിടിച്ചെന്നോ ഇടിക്കാൻ തുടങ്ങിയെന്നോ. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനൊക്കെ കുറെ സെറ്റിങ്സ് ഒക്കെ വെച്ച് ഇതൊക്കെ വലിയ സെറ്റിങ്സ് ആണ് ഇതൊക്കെ. ഇപ്പം കണ്ടില്ലേ എന്താണ് ഇപ്പം എന്തോ ഒരു വോയിസ് മെസ്സേജിന്റെ ഇപ്പം കോടതിയിൽ അത് ഈ നമ്മുടെ സയന്റിഫിക് ഇതിനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഫോറൻസിക് ഇതിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ സയന്റിഫിക്കിൽ ആരുടെ വോയിസ് ഇത് തന്നെയാണോ, ഇവരുടെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്.